ഡീമോട്ടിവേറ്റഡ് ആവും, സങ്കടം നല്ലോണം ഉണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം നെറ്റ് മാത്രം വന്നപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പിന്നെയും ഞാൻ ട്രൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇവിടെ എത്തി. പറഞ്ഞ പോലെ എനിക്ക് നല്ല സങ്കടം വന്നിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വളരെ അടുത്ത് വരെ വന്നിട്ട് JRF കയ്യിൽ നിന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഏജ് ഇങ്ങനെ ആവും തോറും, ഇയേഴ്സ് കടന്നു പോകുമ്പോൾ ഇനിയിപ്പോൾ ഏജ് ഓവർ ആവുന്നതിന് മുന്നേ കിട്ടുമോ, പേപ്പർ ഡിഫിക്കൽറ്റി കൂടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻസി ആണ് കീ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ പ്രിപ്പറേഷൻ നിർത്താതിരുന്നാൽ മതി. കുറഞ്ഞാലും കുഴപ്പമില്ല. എഫേർട്ട് ഒരുപാട് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യത്തെ നെറ്റിന് ഞാൻ കൊടുത്തത്ര എഫേർട്ട് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ നിർത്തിയിട്ടില്ല. ആ ഒരു കംപ്ലീറ്റ്ലി ഞാനിത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യാതെ കുറച്ചെങ്കിൽ കുറച്ച്, ഒരു ദിവസം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ്, ഇപ്പോൾ സാറുടെ ഓരോ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിലും ആപ്പിലുള്ള ഓരോ വെറുതെ കമ്മ്യൂണിക്കേഷനിൽ ഒരു വീഡിയോ. ഇപ്പോൾ പേപ്പർ 2 നോക്കാൻ പറ്റിയില്ലെങ്കിൽ പേപ്പർ 1 ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കാരണം മാത്സ് ഒക്കെ എപ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് വെറുതെ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു 5 ക്വസ്റ്റ്യൻ ഇടയ്ക്കൊന്ന് ചെയ്യുമ്പോൾ ആ ഒരു എന്നെക്കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം പിന്നെയും വരും. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മോട്ടിവേഷൻ ഇതിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മോട് കൂടെ ഇന്നുള്ളത് ഹരിത ജയചന്ദ്രൻ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ് സ്ഥലം. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വളരെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള, കമ്പാരിറ്റീവ്ലി കേരളം പോലെയുള്ളൊരു സ്റ്റേറ്റിൽ ഓപ്ഷൻ കുറവുള്ളൊരു സബ്ജക്റ്റാണ് ഫോറൻസിക് സയൻസ് എന്നുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഹരിതയുടെ ഒരു UGC നെറ്റ് ജേണി എങ്ങനെയായിരുന്നു? ഇപ്രാവശ്യം JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്, മുമ്പ് മൾട്ടിപ്പിൾ ടൈം എഴുതിയ ആളാണ്, മുമ്പ് മൾട്ടിപ്പിൾ ടൈം നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളാണ്. അപ്പോൾ ആദ്യം തന്നെ ഫോറൻസിക് സയൻസിൽ എങ്ങനെയായിരുന്നു? ഫോറൻസിക് സയൻസ് പോലെ അപ്പോൾ നമുക്കൊന്നും ബേസിക്കലി നോർമലി മലയാളത്തിലൊന്നും അങ്ങനെ കോച്ചിങ്ങോ അങ്ങനെ ഒരു പരിധിക്കപ്പുറം സപ്പോർട്ട് കിട്ടാത്തൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഫോറൻസിക് സയൻസിൻ്റെ ഒരു നെറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്? പേപ്പർ 2 ഫോറൻസിക് സയൻസ് പേപ്പർ 2 ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു കൂടുതലും. PGക്ക് പഠിപ്പിച്ചിട്ടുള്ള കോളേജിൽ നിന്ന് പഠിച്ച സമയത്തുണ്ടായിരുന്ന ബുക്സ്, റെഫറൻസസ്, PDFs ഒക്കെ വെച്ചിട്ട് പഠിച്ച സമയത്തുള്ള സിലബസിനെ കുറച്ചൊരു ഡെപ്തിൽ പഠിച്ചു എന്നുള്ളതാണ് നെറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ തന്നെ പ്രോപ്പർ UGC തരുന്ന സിലബസിലുള്ള ആ ഒരു ഡിവിഷൻസ് എടുക്കുക. ഫോറൻസിക് കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ്, അങ്ങനെ ഓരോ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ അവർ തരുന്ന സിലബസിനെ കീറി മുറിച്ച് അതിൻ്റെ അറ്റം വരെ പോയി എന്നുള്ളതാണ് ഞാൻ ആകെ ഇതിന് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് പ്രിപ്പറേഷന് സഹായിച്ചത് ജോലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ദിവസവും സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻറ്റ് ഫീൽഡിലുണ്ടാകുന്ന ഇന്നോവേഷൻസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് വായിക്കലും അങ്ങനെ അഡ്വാൻസ്മെൻറ്റ്സ് വെച്ച് കീപ്പപ്പ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമായിരുന്നു പേപ്പർ 2 നോക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ ഫോറൻസിക് സയൻസ് ആണ് സബ്ജക്റ്റ്. നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുട്ടികൾ ചെയ്യുന്ന സബ്ജക്ട്. ഫോറൻസിക് സയൻസിനെ കുറിച്ച് കുറച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഐ മീൻ ബേസിക്കലി അതിൻ്റെ ഒരു UG, അതിൻ്റെ ഒരു PG, മേ ബി ഒരു സാധ്യതകൾ ജസ്റ്റ്. ഫോറൻസിക് സയൻസ് ഇപ്പോൾ ഗ്രോത്തുള്ളൊരു ഫീൽഡാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിലൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ PSCയിൽ ഫോറൻസിക് സയൻസ് എന്ന സബ്ജക്റ്റ് അംഗീകരിക്കണം, അതായത് അതൊരു ക്വാളിഫിക്കേഷനായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ജോലിക്ക് എന്നുള്ളത്. അപ്പോൾ +2 സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബയോളജി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ബിവോക്ക് ഫീൽഡിലേക്ക് പോകാനാണെങ്കിലും +2 സയൻസ് കഴിഞ്ഞാൽ നമുക്ക് UG ഫോറൻസിക് സയൻസ് ചെയ്യാം. അതിപ്പോൾ കേരളത്തിൽ ചില കോഴ്സസ് കൊടുക്കുന്നുണ്ട് പല കോളേജസും. അതിനുശേഷം PG സ്പെഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫാക്ട് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോറൻസിക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കാലിബർ ടെസ്റ്റ്, അതിൻ്റെ പ്ലസും നോർമൽ വേർഷനും ഉണ്ട്. അത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് ജോലിക്കുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ടീച്ചിങ് ഫീൽഡിലേക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ അത് നോക്കിയത് കൊണ്ട് നെറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ടീച്ചിങ് ഫീൽഡിലോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം ഹരിതയോട് സംസാരിച്ച് പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ മുമ്പ് മൾട്ടിപ്പിൾ ടൈം നെറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെയും എഫേർട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പലരുടെയും ഏറ്റവും വലിയൊരു അവർ നേരിടുന്ന ഒരു ചലഞ്ച്, വളരെ സീരിയസ് ആയിട്ട് JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. നെറ്റ് കിട്ടും, ഇറ്റ്സ് ഓക്കെ, ഫസ്റ്റ് ടൈം നെറ്റ് കിട്ടുക എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈവൻ ദോ ദ പ്ലാൻ ഈസ് JRF, ബട്ട് വീണ്ടും ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് പെയിൻഫുൾ ആസ്പെക്റ്റാണ്. ഒരട്ടം നെറ്റ് കിട്ടിയിട്ട് വീണ്ടും നെറ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു സ്പേസിൽ, ആ ഒരു പോയിന്റിൽ ബ്രേക്ക് ഡൗൺ ആയി, ഇനി എനിക്കൊരു JRFലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ അതൊരു ഹരിതയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചു. ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല സങ്കടം വന്നിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വളരെ അടുത്ത് വരെ വന്നിട്ട് JRF കയ്യിൽ നിന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഏജ് ഇങ്ങനെ ആവും തോറും, ഇയേഴ്സ് കടന്നു പോകും തോറും ഇനിയിപ്പോൾ ഏജ് ഓവർ ആവുന്നതിന് മുന്നേ കിട്ടുമോ, പേപ്പർ ഡിഫിക്കൽറ്റി കൂടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻസി ആണ് കീ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ പ്രിപ്പറേഷൻ നിർത്താതിരുന്നാൽ മതി. കുറഞ്ഞാലും കുഴപ്പമില്ല. എഫേർട്ട് ഒരുപാട് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യത്തെ നെറ്റിന് ഞാൻ കൊടുത്തത്ര എഫേർട്ട് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ നിർത്തിയിട്ടില്ല. ആ ഒരു കംപ്ലീറ്റ്ലി ഞാനിത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യാതെ
കുറച്ചെങ്കിൽ കുറച്ച് ഒരു ദിവസം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇപ്പോൾ സാറുടെ ഓരോ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിലും ആപ്പിലുള്ള ഓരോ ഇപ്പോൾ വെറുതെ കമ്മ്യൂണിക്കേഷനിൽ ഒരു വീഡിയോ ഇപ്പോൾ പേപ്പർ 2 നോക്കാൻ പറ്റിയില്ലെങ്കിലും പേപ്പർ 1 ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. കാരണം മാത്സ് ഒക്കെ എപ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് വെറുതെ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ ഇടയ്ക്കൊന്ന് ചെയ്യുമ്പോൾ ആ ഒരു എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം പിന്നെയും വരും. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് 1 or 2 years ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ആൾ നേരിടുന്ന പ്രശ്നം അതാണ്, കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത്. എങ്ങനെയാണ് ഹരിതയുടെ കൺസിസ്റ്റൻസി നിലനിർത്തിയത്? അറ്റ്ലീസ്റ്റ് ഐ മീൻ JRF ഹോൾഡറാണ്, അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ കിട്ടി. എങ്ങനെയാണ് കൺസിസ്റ്റൻസിയിൽ വർക്കൗട്ട് ചെയ്തത്? ഞാൻ ടൈം മാനേജ്മെന്റ് ആണ് മെയിനായിട്ട് നോക്കിയത്. കാരണം ഇപ്പം ഞാൻ വർക്കിംഗ് അവേഴ്സ് ഇപ്പോൾ രാവിലെ ഒരു 7:30 പോയാൽ ഞാൻ വൈകുന്നേരം ചിലപ്പോൾ 7:30 ഒക്കെ ആവും വീട്ടിലെത്തണം. അപ്പോൾ അതിന് ശേഷമുള്ള ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ളത്. അപ്പോൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യുക എന്നോട് പറ്റാത്തൊരു കാര്യമാണ്, പക്ഷെ അത് ഞാൻ ചെയ്തു. അത് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാനൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓരോ ദിവസം മെൻറ്ററുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഞാൻ അജണ്ട പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഒരു ദിവസം മിനിമം ഇത്ര ചാപ്റ്റർ അല്ലെങ്കിൽ ഇത്ര കീയെങ്കിലും കവർ ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി അത് കംപ്ലീറ്റ് കവർ ആയിട്ടില്ലെങ്കിലും ഞാൻ എനിക്കൊരു ഫോർഗിവിങ് കൊടുക്കുന്നത് പോലെ ഇറ്റ്സ് ഓക്കെ, പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം, എന്നിട്ട് ഇങ്ങനെ ബാക്കി ബാലൻസ് കൊടുക്കുന്നത് പോലെ നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് പോകും. എങ്കിലും കുറച്ചെങ്കിലും ഒരു ദിവസം കവർ ചെയ്യുക എന്നുള്ളൊരു പാറ്റേൺ എഴുതി വെക്കുമായിരുന്നു. മനസ്സിൽ വിചാരിച്ചാൽ നടക്കാറില്ല, ഫോണിൽ നോട്ടിൽ നടക്കാറില്ല. എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊലീഗ്സിന് എനിക്കൊരു ഡയറി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ടാഗ് ലൈൻ വാസ് ഡ്രീം ഇറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. ഒരു പർപ്പിൾ കളറിലൊരു ഡയറി. ഞാൻ അതിനകത്താണ് ഹൈലൈറ്ററും അങ്ങനെ പല കളേഴ്സുള്ള പേനയൊക്കെ വെച്ച് എഴുതിയിട്ട് ഓരോ ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. എക്സാമിന് ഇത്ര ദിവസം മുന്നേ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നത്. എപ്പോഴും അത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാറില്ലെങ്കിൽ പോലും ആ ബുക്ക് അവിടെ കാണുമ്പോൾ എനിക്ക് ഒരു തോന്നും, ഓക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ കൂടുതൽ ഞാൻ എഴുതി പഠിക്കുന്ന ഒരാളാണ്. ഈ ചെറിയ സ്റ്റിക്കി നോട്ട്സ്, സ്റ്റേഷനറിയോട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പല വെറൈറ്റി സ്റ്റേഷനറി ഒക്കെ വാങ്ങിയിട്ട് ഹൈലൈറ്റർ പെൻസ്, സ്റ്റിക്കി നോട്ട്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നെ PYQs നോക്കുക. തിയറി പഠിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വായിക്കുമ്പോൾ എനിക്ക് ബോറടി വരുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ കീ എടുത്തിട്ട് മാച്ച് ചെയ്തിട്ട് അങ്ങനെ വായിച്ചിട്ട് അതിനൊരു ബുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആ ബുക്ക് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളതാണ് സത്യം. എനിക്കത് ഉദ്ദേശിച്ച പോലെ ബുക്ക് നിറയ്ക്കാൻ പറ്റിയിട്ടില്ല ഫാക്ട്സ് കൊണ്ടിട്ട്. പക്ഷേ ഒരു കഴിഞ്ഞ 5 വർഷത്തെ PYQs ഞാൻ ഇരുന്ന് വായിച്ച് ആൻസേഴ്സ് വെച്ച് എഴുതി വെക്കും. ആ എഴുതി വെക്കുന്ന ദിവസം ചിലപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കും. അപ്പോൾ ദിവസം ഇങ്ങനെ കാണുന്ന സമയത്ത് അത്രയും കൂടെ മനസ്സിൽ കയറും. പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഭിത്തി നിറച്ച് സ്റ്റിക്കി നോട്ട്സ് ആയിരിക്കും. നമ്മുടെ AEIO, നമ്മുടെ ടേബിള്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ലോജിക്ക്, ഈ സംഭവങ്ങൾ, പിന്നെ മാത്സിലുള്ള ട്രിക്കി ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ കാലണ്ടർ എങ്ങനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഉറങ്ങി എനിക്കും ആദ്യം തന്നെ ഞാൻ കാണുന്നത് അത് തന്നെയായിരിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോഴും അത് തന്നെയായിരിക്കും. പിന്നെ അത്യാവശ്യം ആങ്സൈറ്റിയുള്ള ആളാണ് ഞാൻ. എനിക്ക് ഉദ്ദേശിച്ചത്ര പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അത് ഹെൽത്തിനെ എന്നെ ബാധിക്കാറുണ്ട്. ടെൻഷൻ കൂടി എനിക്ക് വയ്യാതെയാവും. അപ്പോൾ ചിലപ്പോൾ ഉറക്കത്തിനിടയിൽ രാത്രി എണീറ്റിട്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഭിത്തിയിലുള്ളത് അതല്ലേ. കാരണം ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദ അർത്ഥവധി അനുപലബ്ധി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് അവസാനത്ത് കിട്ടിയില്ലെങ്കിൽ ലൈറ്റ് ഓണാക്കി എണീറ്റ് രാത്രി നോക്കി അത് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ആങ്സൈറ്റിയാണ് എന്നെ പുഷ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കുന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എഴുത്തിനോടൊരു താല്പര്യമില്ല. എല്ലാം ടെക്നോളജി ആയതുകൊണ്ട് എല്ലാവരും ഫോണിൽ കുറിച്ചിടുക, എല്ലാം ഓൺലൈനായിട്ട് ചെയ്യുക. ഇപ്പോൾ ആപ്പ് നമുക്ക് ഗൈഡ് ചെയ്യാനുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കുകയെന്ന്. പക്ഷെ എനിക്ക് ബുക്കും പെന്നും പേപ്പറുമാണ് എൻ്റെ മെയിൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇതിൽ ശരിക്ക് പൂർണ്ണമായ കൺസിസ്റ്റൻസി പോസിബിൾ ആണോ? ഹരിതയ്ക്ക് തോന്നുന്നില്ല എല്ലാ ദിവസവും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് അവർ പഠിക്കുക പലരുടെയും പ്ലാനാണ്. അത് പലരും അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വർക്കൗട്ട് അത് അങ്ങനെ പോസിബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി? ഇല്ല, അത് ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ മതി എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ഇത്തവണ ഒരു 4 ക്വസ്റ്റ്യനും കൂടി ശരിയായെങ്കിൽ എനിക്ക് JRF കിട്ടിയേനെ, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനും കൂടി ശരിയായെങ്കിൽ എനിക്ക് ആ ഒരു JRF കിട്ടിയേനെ എന്നുള്ള ആ ഒരു സങ്കടം ഉള്ളിലുള്ളത് കൊണ്ട് അതിനെ മോട്ടിവേഷൻ ആക്കി മാറ്റിയതാണ്. പിന്നെ ഈ സ്റ്റിക്കി നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞാൽ വേറൊരു പേപ്പർ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 2019 തൊട്ട് ഓരോ കൊല്ലവും JRFന് വന്നിരുന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് എഴുതി JRF കട്ട് ഓഫ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിച്ച് വെച്ച പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റിന് താഴെ പോയി. അപ്പോൾ ഞാൻ അടുത്ത ടേബിളിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ എന്തെടുക്കും, വാട്ടർ ബോട്ടിൽ എടുക്കുമ്പോഴും പേന എടുക്കുമ്പോഴൊക്കെ ആദ്യം കാണുന്ന ആ പേപ്പറാണ്. ഇപ്പോഴും ആ പേപ്പർ റൂമിലുണ്ട്, പൊടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, അടിയിൽ പൊടിയൊക്കെ പിടിച്ച്. പക്ഷെ ആ പേപ്പർ കാണുമ്പോൾ എനിക്കറിയാം ഓക്കെ ഈ ഒരു മാർക്ക് എൻ്റെ മാർക്ക് ഇത്രയായിരുന്നു, ഇത്ര എത്തിക്കഴിഞ്ഞാൽ എനിക്കും JRF കിട്ടും. അത് ആക്റ്റീവായിട്ട് നിരന്തരം ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ബാക്കിൽ എപ്പോഴും ഉണ്ടായിരുന്നു കട്ട് ഓഫ് എത്രയാണെന്നുള്ളത്. അതിൻ്റെ മനസ്സിൽ മുകളിൽ നമ്മൾ എത്തണം എന്നുള്ളതുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ റൺ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു അത്. ഓക്കെ.
ഇതിൽ ഹരിത ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസും ഡിഫറെൻറ്റ് സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് മദേഴ്സാണ്, ഒന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ പലരും പറയുന്ന ഒരു ആസ്പെക്ട് സബ്ജക്ട് സ്പെസിഫിക് ആണ്, ബട്ട് സ്റ്റിൽ ഇത് രണ്ടോട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ബീങ് എ ടീച്ചർ ആൻഡ് ബീങ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ സെയിം ടൈം അത്യാവശ്യം നല്ല ടഫാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അധികവും പറയാം, അങ്ങനെ ചെയ്തിട്ടുള്ള നമ്മളെ സ്റ്റുഡൻസിൻ്റെ സംസാരം ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഓരോരുത്തരും ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു ബാലൻസിങ്, അല്ലെങ്കിൽ അങ്ങനെ ബാലൻസിങ് പോസിബിൾ ആയിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ 2 റോളും മാക്സിമം നന്നായിട്ട് ഹരിത പെർഫോം ചെയ്തത്? അതിനെനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റുഡൻസിന് നല്ലൊരു റോളുണ്ട്. കാരണം ഞാൻ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നതും. പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ള റിസർച്ച് പേപ്പർ കുട്ടികളോട് വായിക്കാൻ പറയുക, പുതിയ ഡെവലപ്മെൻറ്റ്സ് നോക്കുക. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നെറ്റിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ പഠിപ്പിക്കൽ ഞാൻ മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ PG സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നത് അവർക്കെല്ലാം ബൈ ബുക്കല്ല, പക്ഷേ അവർക്ക് കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് സബ്ജക്ട്സ് നമ്മൾ എടുക്കേണ്ടത്, പേപ്പേഴ്സ് അങ്ങനെ കൊണ്ടുപോകേണ്ട രീതി അങ്ങനെയാണ്. അപ്പോൾ അവരെയും ഞാൻ നെറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും പഠിച്ചാൽ ഞാനത് അവരെ പഠിപ്പിക്കും. പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ സിലബസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഞാൻ ചോദിച്ചു വാങ്ങും. അതാകുമ്പോൾ എനിക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നെറ്റിന് എനിക്കത് ഉപകാരപ്പെടും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോഴും അതെ, ഞാൻ ഒരു 1.5 hours വൺ സൈഡ് ട്രാവൽ ചെയ്തിട്ടാണ് കോളേജിൽ പോകുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നതും. തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. പക്ഷേ അത് ചില ദിവസം ഇപ്പോഴും ഞാൻ പറയാണ്, എല്ലാ ദിവസവും വർക്കൗട്ട് ആവില്ല. എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്നൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ ഓക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാം, ഫ്രൈഡേ രാത്രി ഉറങ്ങുക. അങ്ങനെ ഞാൻ എനിക്ക് തന്നെ കുറച്ച് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആഴ്ച ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എവിടെ എത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അത് ഉള്ളിലുണ്ടാവും. കാരണം ഞാൻ PG കഴിഞ്ഞ് 2 years കഴിഞ്ഞിട്ടാണ് ജോലിക്ക് ജോയിൻ ചെയ്തത്. ആ ഒരു 2 years ഗ്യാപ്പിൽ ഞാൻ നല്ല രീതിയിൽ സങ്കടം, കോവിഡ് ഗ്യാപ്പും അങ്ങനെ കുറേ സംഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇനി ആ ഫേസിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. മനസ്സിൻ്റെ ബാക്കിൽ എപ്പോഴും ഉണ്ടായിരുന്നു എങ്ങനെയും ബാലൻസ് ചെയ്യണമെന്ന്. പല സമയങ്ങളിലും ഈ യാത്രയുടെ ദൂരം കൊണ്ടും ഈവൻ കോളേജിലെ വർക്ക് ലോഡ് കൊണ്ടും എനിക്ക് പ്രിപ്പറേഷൻ ഒട്ടും നടക്കാത്ത സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ എക്സാം ഞാൻ എഴുതിയില്ല, രജിസ്ട്രേഷൻ ചെയ്തില്ല ഞാൻ. കാരണം ടൈം ഇല്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട്. അപ്പോൾ അതിനുശേഷം ഭയങ്കര റിഗ്രറ്റായിരുന്നു എഴുതിയിരുന്നത്. കാരണം അത്തവണത്തെ പേപ്പർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എഴുതിയെങ്കിൽ എനിക്ക് കിട്ടിയേനെ. അത്ര എളുപ്പമുള്ള പേപ്പറായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടം വന്നു. അന്നും എൻ്റെ മെൻറ്റർ എന്നോട് വിളിച്ച് ചോദിച്ചു രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ടൈം ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ എന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഹരിത വെറുതെ ഒന്ന് എഴുതി നോക്ക്. ഞാൻ പറഞ്ഞു ഇത്തവണ പിന്നെയും നെറ്റ് ക്വാളിഫൈ ആവാനാണെങ്കിൽ എനിക്ക് പറ്റില്ല, സങ്കടം വരും, കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് ടൈമത്തെ പേപ്പർ കണ്ടത് എളുപ്പമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ടൈം നല്ലോണം മാനേജ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ വെറുതെയെങ്കിലും ആണെങ്കിൽ എഴുതാം. ഇത്തവണ പിന്നെ സ്റ്റുഡൻസിനെ അക്കമ്പനി ചെയ്യാൻ വേണ്ടി കോളേജിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത്തവണത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തത്. കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് അവരെ അക്കമ്പനി ചെയ്യാമല്ലോ എന്നും പറഞ്ഞു എഴുതിയതാണ്. ഓക്കെ. അടുത്തൊരു ആസ്പെക്ട്, ഹരിതയുടെ പ്രിപ്പറേഷനിൽ ഇഫർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. പക്ഷേ നമുക്കൊന്ന് ഡൗൺ ആവുമ്പോൾ, ഞാൻ ഫനീസർ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, പക്ഷേ പല ദിവസങ്ങളിലും എനിക്ക് പ്രിപ്പറേഷൻ നടന്നില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ രാത്രിയുള്ള മീറ്റിങ്ങിന് കയറാറുണ്ട്. അപ്പോൾ സാറ് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഓക്കെ, ഇന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നാളെ എനിക്കിത് പോസിബിൾ ആണ്. പിന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടത്, ഞാനിവിടെ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ നശ്വ മാമിനെയാണ്. മാം ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല, മാം ഹയർ പൊസിഷനിലാണ്. എങ്കിലും മാം എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഒന്ന് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ സോൾവ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ മാമിന് വാട്സപ്പിൽ അത് എഴുതിയിട്ട്, ഞാൻ പെൻ പേപ്പർ ആണല്ലോ എൻ്റെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് അവർ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. മാം ആ മെസ്സേജ് എപ്പോൾ കണ്ടോ അപ്പം തന്നെ എനിക്ക് അതിനുള്ള ആൻസർ സോൾവ് ചെയ്ത് തരും. എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും അത്രയും പേഷ്യൻ്റ് ആയിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. വോയിസ് മെസ്സേജുകളിലായിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും. പിന്നെ അതായിരുന്നു എനിക്ക് മെൻറ്ററുമായിട്ടുള്ള കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് ഐഫറിന് അത് കിട്ടിയിട്ടുണ്ട്. അത് ഇത്രയും കാലത്തിന് ശേഷം അതെ നശ്വ മാമിനായിട്ട് എനിക്ക് ആ കണക്ഷൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു കണക്ഷൻ. പിന്നെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം എന്നുള്ള വീഡിയോസ്, അതാണ് എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിനിടയിലാണെങ്കിൽ പോലും ആ വീഡിയോസ് റെക്കോർഡ് സെഷൻസും അതേപോലെ ലൈവിൻ്റെ റെക്കോർഡ് സെഷൻസും ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ എടുത്ത് കേൾക്കാൻ പറ്റുന്ന ഒരു കൺവീനിയൻസ്. അപ്പോൾ ക്ലാസ് നഷ്ടപ്പെട്ടു എന്നെനിക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതേപോലെ യാത്ര ചെയ്ത് വന്നിട്ട് ജോലി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒട്ടും വയ്യാത്തപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ പിറ്റേ ദിവസം എനിക്കതെടുത്ത് കേൾക്കാം എന്നുള്ളൊരു കൺവീനിയൻസ് ഐഫറിന്ന് കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ അനാലിസിസ്, ആ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പ്രിപ്പറേഷൻ അനാലിസിസ് നമുക്ക് നമ്മുടെ എത്രമാത്രം എത്തി എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചെക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം എനിക്കിഷ്ടമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൽ പേപ്പർ 1 അവസാനം നമുക്ക് പേപ്പർ 1 കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പേപ്പർ 1
പേപ്പർ വണ്ണിൽ ഇപ്പോൾ പലർക്കും എന്താണ് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചെറിയ കൺഫ്യൂഷനാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ PYQ ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഇനി സിലബസ് കംപ്ലീറ്റ് ആക്കണോ? കാരണം എസ്പെഷ്യലി അധികം ആളുകളും പേപ്പർ 1 പേപ്പർ 2 പ്രത്യേകം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് PG UGയുമായിട്ട് കുറേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എസ്പെഷ്യലി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് പേപ്പർ 1 ഇനീഷ്യൽ ഫോക്കസ് എവിടെയാണെന്നുള്ളൊരു സാധനം ഉണ്ടാവും. അപ്പോൾ PYQ ആണോ, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയാണോ, മോക്ക് ടെസ്റ്റ് ആണോ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ ടേക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു കറക്റ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ അതിൽ ഹരിതയുടെ ഒരു ടേക്ക് എന്താണെന്നുള്ളത്. ഞാൻ ആദ്യം ചെയ്തത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈക്വൽ ആയിട്ടാണല്ലോ അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. എല്ലാ ഏരിയന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഒരു ഏരിയ ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള കാര്യം അല്ല എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നോട്ട് ഉണ്ടാക്കി വെച്ചു. അതാകുമ്പോൾ എനിക്ക് എപ്പോഴും എടുത്ത് മറിച്ച് നോക്കാം. അതിനുശേഷം ഞാൻ വീക്കാണ് എന്ന് തോന്നിയിട്ടുള്ള ഏരിയാസ് മാത്രം കൂടുതൽ ഫോക്കസ് കൊടുത്തു. അവിടെ ബേസ് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ PYQയിലോട്ട് പോയത്. പിന്നെ ഡെയിലി ടെസ്റ്റിലും അതേപോലെ തന്നെ നമ്മുടെ ആപ്പിലുള്ള സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, മാത്സിലെ മാത്രം ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിൻ്റെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏരിയ തിരിഞ്ഞെടുത്തിട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ആ രീതിയിലാണ് അതിൻ്റെ ആസ്പെക്റ്റിലേക്ക് വന്നത്. അപ്പോൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാണ്ടല്ല ഞാൻ അങ്ങോട്ട് പോയത്. അത് ചെയ്താലേ മനസ്സമാധാനം കിട്ടുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ഏരിയ മിസ്സായാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഫുൾ സിലബസ് തീർന്നതിന് ശേഷം അതിന് അഡ്വാൻസിലേക്ക് ഞാൻ പോയില്ല. ബേസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഫുൾ PYQ. അതൊരു കഴിഞ്ഞ 5 വർഷത്തെ PYQ മോളിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അതും എഴുതി തന്നെയാണ് നോക്കിയത്. ഓക്കെ, നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ഇപ്പം നമ്മളെ ഇഫ്രൈറ്റ്സായാലും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഞാൻ എസ്പെഷ്യലി ക്വാളിഫൈ ചെയ്യാത്ത ആളുകളോടൊക്കെ കുറേ സംസാരിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളൊരു സിറ്റുവേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ ടൈം പ്രിപ്പയർ ചെയ്യുന്നു, കിട്ടുന്നില്ല. ചില സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നെറ്റ് കിട്ടുന്നു, വീണ്ടും നെറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ആ നെറ്റ് കിട്ടിയതിന് ശേഷം ആ സമയത്ത് അവർ ഓൾമോസ്റ്റ് JRF നല്ല പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് 1-2 മാർക്കിനൊക്കെ JRF മിസ്സാവുന്നു. എന്നിട്ട് ആ മിസ്സായി എന്ന് അറിഞ്ഞ പിറ്റേ ഒരു ദിവസമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേയിൽ വരുന്ന അവരുടെ പെയിൻ ആസ്പെക്റ്റുകളുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് JRF ക്വാളിഫൈ ചെയ്യണം. അവരതിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ അവരത് ക്വാളിഫൈ ചെയ്യും നമുക്ക് ഉറപ്പാണ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിലുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഹരിത അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ വന്ന ആളാണ്. ഇന്ന് ഹരിത ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തുകൊണ്ട് JRF നേടിയിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, അത്തരത്തിലുള്ള ആളുകളോട് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം റിസൾട്ട് വന്നാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹരിത എന്ത് ചെയ്തു, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ വാട്ട് യു ഫീൽ, വാട്ട് യു വാണ്ട് ടു കൺവേ ടു ദം എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇതിനകത്തുള്ള മെയിൻ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു JRFൻ്റെ ഒരു കിട്ടുന്നവരുള്ളൊരു ജേണിയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് JRF വേണം എന്ന് പറഞ്ഞ് നമ്മുടെ വാൾപേപ്പർ ഫോണിലെ ലാപ്ടോപ്പിലെ വാൾപേപ്പറൊക്കെ മാറ്റി അങ്ങനെ പഠിച്ച സമയത്ത് അടുത്ത് വരെ വന്നിട്ട് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി, എനിക്ക് തോന്നുന്നു അന്ന് ഞാനതൊന്ന് വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴും ആഗ്രഹിച്ച് JRFന് വേണ്ടി എഴുതിയതാണ്. നെറ്റ് എനിക്കിനി വേണ്ട, JRF മതി അന്നൊക്കെ വിചാരിക്കുമായിരുന്നു. ഈ നെറ്റ് ഇല്ല, JRF ഓൺലി ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ. അങ്ങനെ എഴുതിയിട്ട് അന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ എഴുതിയപ്പോൾ ആക്ച്വലി പ്രിപ്പറേഷൻ മുമ്പത്തെ 2 പ്രാവശ്യത്തെക്കാട്ടും പ്രിപ്പറേഷൻ എൻ്റെ അളവ് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അത്രയും പ്രിപ്പറേഷൻ ഇന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് പ്രിപ്പയർ ചെയ്തതിൻ്റെ എഫക്റ്റാണ് ഇന്ന് റിസൾട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് അപ്ലൈ ആയത്. മേ ബി അത് ടൈം എടുത്ത് അവിടെ കിടന്ന് വെന്തത് കൊണ്ടായിരിക്കും പുറത്തേക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ്, ആ മുമ്പ് തൊട്ടേ നല്ലോണം പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ ആദ്യം എഫേർട്ട് എടുത്തത് ഇപ്പോഴാണ് അത് റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. കാരണം ഇത്തവണ തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. റിസൾട്ട് കിട്ടിയ ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയൊരു ദിവസമായിരുന്നു. അച്ഛൻ ഡ്രൈവ് ചെയ്യുകയാണ്, ഞാനിവിടെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ സാറുടെ ഒരു സ്റ്റാറ്റസ് കണ്ടു, റിസൾട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നോക്കണോ എന്ന് തന്നെ ആഗ്രഹമില്ലായിരുന്നു. കാരണം കിട്ടില്ല എന്ന് മനസ്സിൽ ഓൾറെഡി എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ അറിയാം. കാരണം പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അപ്പോൾ കട്ട് ഓഫ് നല്ലോണം കൂടുതലായിരിക്കും. അപ്പോൾ കിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പഠിക്കാണ്ട് കിട്ടിയതല്ല. ഓക്കെ, അന്ന് പഠിച്ചതിൻ്റെ റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം അന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടും അവിടെ വരെ എത്തിയില്ല. പക്ഷേ ഇന്ന് ആ ഒരു പ്രിപ്പറേഷൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് JRF കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അന്ന് തൊട്ടേ ഞാൻ എഴുതി ഒരു 5-6 ബുക്സ് എനിക്ക് ഈ പ്രിപ്പറേഷന് വേണ്ടി മാത്രമുണ്ട്. പേപ്പർ 1 തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, റിസർച്ചിൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് മാത്രം DIക്ക് 2 നോട്ട്ബുക്ക് ഉണ്ട്. കാരണം ഒരു ബുക്ക് തികയില്ല. അപ്പോൾ ആ ബുക്സൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് എനിക്ക് ആ ഇമേജ് മനസ്സിലേക്ക് വന്നത്. അലമാരുടെ അടിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ആ ബുക്സ് മുഴുവൻ ഇപ്പോഴാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത്. അന്ന് ഞാൻ എഴുതി പഠിച്ചത് നന്നായി. ആ ഇജോട്ടി ഉൾപ്പെടെ അതൊക്കെ ഇവിടുത്തെ ഒരു പേപ്പർ എടുത്താൽ കുത്തിവരയുടെ സൈഡിലുണ്ടാവും ഒരു ഇജോട്ടി. അതൊക്കെ ചിലപ്പോൾ ചില എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറും കൂടി ഇല്ല. എന്നാലും ആ ഒരു എഫേർട്ട്, ആ ഒരു അന്ന് എടുത്തതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ
ഡീമോട്ടിവേറ്റഡ് ആവും, സങ്കടം നല്ലോണം ഉണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം നെറ്റ് മാത്രം വന്നപ്പോൾ നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പിന്നെയും ഞാൻ ട്രൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മേ ബി നമ്മൾ പ്രതീക്ഷ ടൈം ആവണമെന്നില്ല, മേ ബി ദ നെക്സ്റ്റ് ടൈം ഓർ മേ ബി ദ നെക്സ്റ്റ് ഇതായിരിക്കും എനിക്ക് JRF കിട്ടേണ്ട വിധിയുള്ള സമയം. യെസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ.